എനിക്ക് സഹിക്കാൻ പറ്റില്ല. അർച്ചനയുടെ സന്തോഷത്തിനു വേണ്ടി ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും പോകാൻ ചെവള തീരുമാനിക്കുന്നു. ചേരിയിലോ കോളനിയിലോ ഉള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ അമ്മാളുവിനെ കണ്ടെത്താൻ ഫൈസി ശ്രമം തുടങ്ങുന്നു. സ്ത്രീ ഇടയ്ക്കിടെ അവളെ കാണാൻ വരാറുണ്ട്. പ്രസവ വേദനയെ തുടർന്ന് അർച്ചനയെ കാർത്തിയായിനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്ന് വേഗം വണ്ടി വിടണം ആംബ്രോസേ. എന്നെ സംബന്ധിച്ച് എന്ത് തന്നെയായാലും താനത് ഒളിച്ചു വെക്കേണ്ട എന്ത് കാര്യമുള്ളത്? സുധിയോട് പറയാതെ നിരഞ്ജന മനസ്സിൽ സൂക്ഷിച്ച രഹസ്യം സുധിയോട് പറയാൻ ഒരുങ്ങുന്നു. പറയും നിരഞ്ജന. രാത്രി മഴ തുടരുന്നു. സുധി ഈ വിവരം വീട്ടിലാരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. നിരഞ്ജനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. താൻ പറയേ. അത് സുധി, എന്റെ ക്ഷമയെ താൻ പരീക്ഷിക്കരുത്. സുധിക്കൊരു തകരാറും ഇല്ലെന്ന് അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. സുധിയിൽ നിന്ന് അർച്ചന പ്രഗ്നന്റ് ആയെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നു. രാജപ്പൻ അതിവിടെ വന്ന് പറഞ്ഞത് അബോർട്ട് ചെയ്യാൻ അച്ഛൻ പണവും കൊടുത്തു. അയാൾ അതനുസരിച്ചു. എന്നിട്ടാണ് അർച്ചനയുടെ വിവാഹം നടത്തുന്നത്. സുധിക്ക് തകരാറുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ വിവരം അറിയാൻ അച്ഛൻ അർച്ചനയുടെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രാജപ്പൻ കാശ് തട്ടിക്കാൻ പറഞ്ഞ കള്ളക്കഥയായി അച്ഛന് തോന്നി. അതിന്റെ സത്യം ഇപ്പോഴും അറിയില്ല സുധി. ഒന്ന് മാത്രം വിശ്വസിക്കാം, അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. എത്തിയില്ലേ, ഇനി ഒന്നും പേടിക്കാനില്ല. ഞാനിത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇത് മനസ്സിൽ വെച്ചിട്ട് നിരഞ്ജനയ്ക്ക് എന്ത് നേട്ടമുള്ളത്? രാജപ്പൻ കള്ളം പറഞ്ഞതാവും. അയാളുടെ ക്യാരക്ടർ വെച്ച് പണത്തിന് വേണ്ടി എന്ത് വൃത്തിയേടും ചെയ്യും. എനിക്കങ്ങനെ വിശ്വസിക്കാനാവില്ല. അർച്ചന പ്രഗ്നന്റ് ആയെന്നാണോ സുധി വിശ്വസിക്കുന്നത്? അച്ഛനെ പോലെ ഒരാളുടെ മുന്നിൽ വന്ന് കള്ളം പറയാനുള്ള ചങ്കൂറ്റം രാജപ്പനില്ല. അയാൾ പറഞ്ഞത് കേട്ട് അച്ഛൻ പണം കൊടുക്കാനും തയ്യാറാവില്ല. അർച്ചന നാട് വിട്ടതുകൊണ്ട് മാത്രം ഒന്നും അവസാനിച്ചില്ല എന്ന് വേണം കരുതാൻ. പിന്നെയും ദുരന്തങ്ങൾ അവളെ വേട്ടയാടി. എന്തൊരു ക്രൂരതയാണ് ഞാൻ അവളോട് ചെയ്തത്. അവളിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ സുധി? അത് തന്നെ ഒരു ആശ്വാസമല്ലേ? അവൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആർക്കറിയാം. അർച്ചന വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അച്ഛൻ തിരിച്ചു വന്നത്. അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടാണ് അങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കിയെന്നാ അയാള് പറഞ്ഞത്. സുധിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിത് പറയാതിരുന്നത്. എപ്പോഴെങ്കിലും സുധി അതറിയണോ എന്ന് തോന്നി. സിംഗപ്പൂരിലെത്തിയ പുതിയൊരു അന്തരീക്ഷത്തിൽ സുധി അത് ബാധിക്കില്ലെന്ന് തോന്നി. നല്ല മഞ്ഞുണ്ട്. സുധി വാ. നിരഞ്ജനം ചെന്ന് കിടക്ക. എനിക്കിന്നിനി ഉറക്കം വരില്ല. നല്ല പെയിൻ തോന്നുമ്പോ പറയണം കേട്ടോ. വിഷമിക്കണ്ട.
ഡോക്ടറെ കണ്ടു, പഴയ ചീട്ടൊക്കെ കൊടുത്തു. വെച്ചോണ്ടിരുന്നതിന് വഴക്കും കേട്ടു. ചേച്ചി അത് കേട്ട് കളഞ്ഞേക്ക്. അല്ല പിന്നെ, ഇന്നങ്ങ് നടന്ന് കിട്ടിയാ മതിയായിരുന്നു. പെണ്ണിന്റെ ലക്ഷണം കണ്ടിട്ട് നടക്കുമെന്നാ തോന്നുന്നത്. എങ്കിൽ നമ്മുടെ രക്ഷപ്പെട്ടു. ഞാൻ ആലോചിച്ചിട്ടേ അവളെയും കൊച്ചിനെയും ചന്ദ്രയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതാ എന്തുകൊണ്ടും നല്ലത്. ചേച്ചി പ്ലാൻ മാറ്റിയോ? അതിൽ മാറ്റമൊന്നുമില്ല. തോറ്റു പോവില്ലെന്നുള്ള വിശ്വാസത്തില ഇനിയുള്ള ഓരോ ചുവടും. അവളെയും കൊച്ചിനെയും ചന്ദ്രയുടെ വീട്ടിലെത്തിച്ചാ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞ പണം കൈ കിട്ടിയാ നീ അവരോടൊപ്പം ചെന്ന് രാത്രി ചന്ദ്രയുടെ വീട് കാണിച്ചു കൊടുത്താൽ മതി. കൊച്ചിനെ അവരെടുത്തോണ്ട് പൊയ്ക്കോളൂ. പഴി രായപ്പന്റെ തലയിൽ വെച്ചു കൊടുക്കാം. അയാൾ മണത്തെറിഞ്ഞ് വിവരം SP അറിയിച്ചതെന്ന് പറയാം. അവളത് വിശ്വസിക്കൂടാ. അതിലൊരു സംശയമില്ല. ഇനി അവള് വിശ്വസിച്ചില്ലെങ്കിലും നമുക്കൊന്നുമില്ല. നീ വാ, നമുക്കിവിടെ ഇരിക്കാം. എന്താ, നല്ല പെയിൻ ഉണ്ടോ? അർച്ചനെ, എന്ത് സുധി, എന്തു പറ്റി? വല്ല ദുസ്വപ്നവും കണ്ടോ? നന്നായി വിയർക്കുന്നല്ലോ. കുടിക്ക്. സുധി അർച്ചനയുടെ പേരാ വിളിച്ചത്. അർച്ചനെ ഓർത്ത് കിടന്നിട്ടുണ്ടാവും. നിരഞ്ജന കിടന്നോളൂ. അർച്ചന, നല്ല പെയിൻ തോന്നുന്നുണ്ടോ? സിസ്റ്റർ, വേഗം ഇവരെ ലേബർ റൂമിലേക്ക് കൊണ്ടുവരും. സുധി, ദാ ചായ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ മുറിയിലൊക്കെ നോക്കിയായിരുന്നു. വെളുപ്പിനാ സുധി ഉറങ്ങിയത്. എഴുന്നേറ്റ് പോകുന്നതും വൈകി വന്ന് കിടക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഞാനൊരു അധികം പറ്റാവരുതെന്ന് കരുതിയാ പിന്നാലെ വരാതിരുന്നത്. എനിക്കറിയാം, സുധിയെ സംബന്ധിച്ച് താങ്ങാനാവാത്തൊരു വെളിപ്പെടുത്തലായിരുന്നു അത്. അതൊക്കെ പോട്ടെ, എന്ത് സ്വപ്നമാ കണ്ടത്? എന്തായാലും അത്ര സുഖമുള്ള സ്വപ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, പറയാൻ മടിയാണെങ്കിൽ സുധി അതെന്നോട് പറയണ്ട. എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞ വിവരങ്ങൾ സുധി അച്ഛനോടും അമ്മയോടും ചോദിക്കരുത്. അത് ചോദിക്കാൻ സുധിക്കൊരവസരം വരും. ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം. ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് ശ്രമിക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. നീ ഉറങ്ങുവാന്നോ? സമയം നോക്കിയേ. 7 മണി കഴിഞ്ഞു. ഓ, കൊണ്ടുപോയിട്ട് മണിക്കൂർ കുറേ കഴിഞ്ഞല്ലോടാ. അർച്ചനയുടെ ആരാ ഉള്ളത്? അർച്ചന പ്രസവിച്ചു, ആൺകുഞ്ഞ. സുഖപ്രസവ. അമ്മ സുഖമായിട്ടിരിക്കുന്നു. വാവേ, വാവേ,
അയ്യോ, എന്റെ കുഞ്ഞെവിടെ? അയ്യോ അയ്യോ, എന്റെ കുഞ്ഞെവിടെ? സിസ്റ്റർ, എന്റെ കുഞ്ഞെവിടെ? എന്താ ഈ കാണിക്കുന്നേ? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞ് കുഞ്ഞിനെ ആരും കൊണ്ടുപോയിട്ടില്ല, പുറത്ത് കാണാൻ കൊടുത്തതാ. എന്റെ കുഞ്ഞിനെ എങ്ങ് തിരിച്ചു കൊണ്ടുപോവാ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അർച്ചനയുടെ കുഞ്ഞിനെ ഇങ്ങ് വാങ്ങിക്കൊണ്ടോ. അർച്ചന ഒന്ന് അനങ്ങാതെ കിടക്ക്. കുഞ്ഞിനെ ബന്ധുക്കളുടെ കയ്യിലല്ലേ കൊടുത്തത്. എന്റെ കുഞ്ഞിനെ എങ്ങ് വാങ്ങിത്താ സിസ്റ്റർ. ഇപ്പൊ കൊണ്ടുവരും. എന്റെ കുഞ്ഞ് മോനെ കണ്ടപ്പോ സമാധാനായല്ലോ. കരയില്ലട കുട്ട. ഉണ്ണിക്കുട്ട കരയില്ലേ? ഓ ഓ ഓ, വേണ്ട വേണ്ട, കരയിൽ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. അതെ. ഓ. ഹലോ, ഞാനാ ചന്ദ്രയ. എന്താടി രാവിലെ? അർച്ചന പ്രസവിച്ചോ? പ്രസവിച്ചടി, സുഖപ്രസവ. ദൈവമേ, നല്ല വാർത്തയാണല്ലോ. കുഞ്ഞ് ആണോ പെണ്ണോ? ആൺകുഞ്ഞ. അല്ലെങ്കിൽ തന്നെ ആണായാലെന്താ പെണ്ണായാലെന്താ? ഞാൻ വരാടി. ഏത് ഹോസ്പിറ്റലിലാ? അയ്യോ വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട. അർച്ചനയുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാനുള്ള കൊതി കൊണ്ടാ. കൊതിയൊക്കെ നീ 2 ദിവസത്തേക്ക് മനസ്സിൽ വെച്ചാ മതി. ഡിസ്ചാർജ് ആയ അവളെയും കൊച്ചിനെ ഞാൻ അങ്ങോട്ടാ കൊണ്ടുവരുന്നത്. അപ്പ കണ്ടാ മതി. എന്നാ നീ ഫോൺ വെച്ചോ. എന്താ ചന്ദ്രേച്ചിക്ക് ഇങ്ങോട്ട് വരണമെന്നോ? അവളുടെ ആ മോഹമൊക്കെ അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ആൺകുഞ്ഞ് തന്നെ. അതിനൊന്ന് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയി. കുഞ്ഞുമായി അവള് രക്ഷപ്പെടും. അതിനിട വരുത്തണേ ദൈവമേ. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛൻ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? ആ പെണ്ണിനെ നീ ബലം പ്രയോഗിച്ച് എവിടേക്കാ കൊണ്ടുപോയത്? ഏത് പെണ്ണിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. നീ എന്താ പരിഹസിക്കുകയാണോ? അറിയാത്ത കാര്യം പറയുന്നത് പരിഹാസമാവുന്ന എങ്ങനെ? അമ്മാളുവിന്റെ കാര്യം വിശ്വട്ട് ചോദിക്കുന്നേ. അമ്മാളു അതാരാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിർത്ത. അഭിനയിക്കാൻ മിടിക്കുകയാണെന്ന് നീ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുക, ഉള്ളതിനെ ഇല്ലാന്ന് വരുത്തി തീർക്കുക. എന്താ ജയന്തി നിന്റെ മകനും മരുമകനും ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാ ഇവർ പോകുന്നത്? ഞങ്ങൾ പോകുന്നതല്ല, ഞങ്ങളെ തള്ളിവിടുന്നതല്ലേ. ഇടയ്ക്ക് ചില തിരിച്ചടികളും കിട്ടും. അതിലൊന്നാ ചിലരുടെ ഉറക്കം കെടുത്തുന്ന അമ്മാളും. നീ അവളെ ഫൈസിക്ക് വിട്ടുകൊടുക്കണം. ഇനിയും ആ പെണ്ണിനെ വച്ചോണ്ടിരുന്ന കുടുങ്ങാൻ പോകുന്ന നീയാ. അമ്മാളു എന്ന പെണ്ണ് രേഖകളിലില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, SI ഫൈസൽ മുഹമ്മദ് പറഞ്ഞതാ. ഇങ്ങനെ രേഖകളിലില്ലാത്ത ഒരുപാട് പേര് ഈ രാജ്യത്തുണ്ടെന്ന്. നിന്റെ കസ്റ്റഡിയിൽ വെച്ചോട് മരണപ്പെട്ട നീ എന്ത് ചെയ്യും? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ, അത് പറഞ്ഞ അച്ഛൻ എന്നെ പേടിപ്പിക്കണ്ട. അവളെ നിങ്ങൾ ആരും കണ്ടെത്തില്ല, അതിലെനിക്ക് ഉറപ്പുണ്ട്. ഇനിയൊരു വീഴ്ച എനിക്ക് പറ്റില്ല. അവളോട് സഹതാപം ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു വഴി ഒരുക്കി കൊടുക്കുക ചെയ്യേണ്ടത്. ആരോടൊക്കെയോ തോന്നിയ വാശിയുടെയും പകയുടെയും പുറത്ത് നീ ആ പെണ്ണിന്റെ ജീവിതം അപകടപ്പെടുത്തുന്നത്. വർമ്മ സാറിനെ തേജോവധം ചെയ്യുന്നതുകൊണ്ട് അവക്കൊരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. നഷ്ടങ്ങളെ സംഭവിക്കൂ. പിന്നെ ഒരിടത്തും ജീവിക്കാൻ അവൾക്ക് കഴിയാതെ വരും. എന്നും അവളെ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. പീഡിപ്പിക്കപ്പെട്ട ഒരു ഇരയായി അവൾ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കപ്പെടും. അവക്ക് കിട്ടാൻ പോകുന്നൊരു ജീവിതം നീയായിട്ടില്ലാതാക്കാൻ പോകുന്നത്. ഇതുകൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാമെന്ന് അമ്മ കരുതണ്ട. ഞാൻ എന്തുദ്ദേശിച്ചോ അത് ചെയ്തിരിക്കും. അപ്പോ അവളെ നീ മീഡിയക്കാരെ മുന്നിൽ എത്തിക്കും അല്ലേ? അമ്മയ്ക്ക് ഇനി അതിൽ സംശയമുണ്ടോ? നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. സ്വന്തം അച്ഛനെ അമ്മയും വരെ വെറുപ്പിച്ചോളല്ലേ നീ. പിടിവാശി സാധിക്കാതെ വന്നപ്പോ
ആ വീട്ടിൽ തന്നെ കയറാതെയായി. നിന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. നീ അവളെ പുറത്തു കൊണ്ടുവരില്ല. അതിനുള്ള അവസരം നിനക്ക് കിട്ടില്ല. അങ്ങനെ സംഭവിച്ച വിശ്വനാഥൻ ഈ യൂണിഫോം ധരിച്ച് പിന്നെ നിൽക്കില്ല. ഒന്നുകൂടി നീ ഓർത്തോ, നീ ആ പെണ്ണിനെ സഹായിക്കുകയല്ല, കൊലയ്ക്ക് കൊടുക്കാനാ ശ്രമിക്കുന്നത്. അമ്മാളുവിന്റെ കുഞ്ഞും മരിച്ചതിന് പിന്നിലുള്ള ഈ മനുഷ്യന്റെ പങ്കുകൂടി കണ്ടെത്തണം. അതിന് കഴിയും നിരഞ്ജനയ്ക്ക്. എങ്കിൽ ഈ ജന്മം ഞാൻ തനിക്ക് കടപ്പെട്ടിരിക്കും. അർച്ചനെ, കാർത്തു ചേച്ചി, ആ. ദേ, നമ്മുടെ മോൻ ഈ കൈകളിലേക്കല്ലേ ഇവനെ ആദ്യം തന്നത്? ഞാൻ എങ്ങനെയാ ചേച്ചിയോട്? സങ്കടമൊക്കെ പോയില്ലേ? ഇനി സന്തോഷമാ വേണ്ടത്. പോയി ചായ വാങ്ങിക്കൊണ്ട് വരൂ. ആ. റൂമിലേക്കാണോ വാർഡിലേക്കാണോ മാറ്റേണ്ടത്? റൂം മതി. ഞാൻ റിസപ്ഷനിൽ വിളിച്ചു പറയാം. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി. ശരി. ഓ ഓ ഓ ഓ ഓ ഓ, ഞാൻ പോയി ചായ മേടിച്ചോണ്ട് വരാം. മോനെ വാവേ, കരയാതെ കിടക്കടാ. ഓ ഓ, കരയില്ലേ വാവേ? ഓ വേണ്ട വേണ്ട, കരയാ. എന്താടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? നിന്റെ കല്യാണം മുടങ്ങിപ്പോവാൻ നീ ഒരു കാരണം പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? ബീർ കഴിച്ചുകൊണ്ട് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാനത് മറന്നിട്ടില്ല. ഏതോ ഒരു പെണ്ണിനെ നീ ചതിച്ചെന്ന് പറഞ്ഞല്ലോ. ആരാടാ അവള്? അത് സുധി. അപ്പൊ ഞാൻ എന്തു പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. നിനക്കത് മറക്കാനാവില്ല ശബരി. ആന്റിയും പറഞ്ഞു നിനക്ക് കിട്ടിയത് നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണെന്ന്. അത് പറയാതെ നിന്നെ ഞാൻ എന്റെ മുമ്പിൽ നിന്ന് വിടില്ല. നീ എന്താ ഇപ്പൊ വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? കാരണം ഉണ്ടടാ. ഞാനൊരു വിവരം അറിഞ്ഞു. നടരാജൻ മാമി ആന്റി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും അത് അറിയുമെന്ന് എനിക്കറിയാം. നീ എന്നോടൊരു ചതി ചെയ്തില്ലടാ. അർച്ചന പ്രഗ്നന്റ് ആണെന്ന വിവരം നീ അറിഞ്ഞിരുന്നു. അല്ലാന്ന് പറയാൻ നിനക്ക് കഴിയൂടാ. അവള് നിന്നെ കാണാൻ വന്നോ? എടാ പറയാൻ. സുധി, അത് നിനക്കൊരു പെണ്ണിനെ സ്നേഹിച്ച് ചതിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതല്ല കാര്യം. അർച്ചന നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. അതല്ലേ സത്യം? നീ എന്നോടൊന്ന് ക്ഷമിക്ക. ഞാനൊരു മഹാപാപം ചെയ്തു പോയി. നിന്നെ ചതിക്കായിരുന്നു ഞാൻ. നിനക്കറിയാമായിരുന്നു അല്ലടാ അർച്ചന എവിടെ ഉണ്ടായിരുന്നു? നിനക്കെന്നെ എന്തും ചെയ്യാം. അത്രമാത്രം ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട്. എന്താ നീ അവളോട് ചെയ്തത്? എന്താന്ന് പറയടാ. ഞാനെല്ലാം പറയാം. നിന്റെ കല്യാണ തലേന്നാൾ നമ്മൾ മുറിയിലിരുന്ന് ബീർ കഴിച്ചത് ഓർക്കുന്നില്ല? അത് കഴിഞ്ഞ് നീ ബാത്റൂമിൽ പോയപ്പോ ഒരു കോള് വന്നു. ഹലോ സുധി. ആരാ? ഞാൻ സുധിയുടെ അർച്ചനയാ. രാജപ്പൻ അവളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് അവൾ എന്നോട് പറഞ്ഞു. പിന്നെ മറ്റൊരു വിവരം കൂടി അവൾ പറഞ്ഞു. അത് ഞാൻ പ്രഗ്നന്റാ. നിന്നെ കൂട്ടി വരാന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു. ഞാനത് അങ്കിളിനെ അറിയിച്ചു.
നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ ചതിക്കാൻ? ഞാനും അർച്ചനയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു നിനക്ക് അറിയാമായിരുന്നില്ലടാ. കൊല്ലടാ നീ എന്നെ. അതിൽ കുറഞ്ഞ് ഒരു ശിക്ഷയും നീ എനിക്ക് തരരുത്. നിന്റെ കൂടെ നടന്ന് വിവരങ്ങൾ ചോർത്തി കൊടുത്തവനാ ഞാൻ. കൊന്നേക്കടാ നീ എന്നെ. എനിക്കിനി ജീവിക്കണ്ട. അർച്ചന ഇപ്പൊ എവിടെയുണ്ട്? നീ ആദ്യം അത് പറ. രാജപ്പൻ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇപ്പൊ അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എടാ അപ്പൊ എന്റെ കുഞ്ഞോ? അറിയില്ല സുധി. അതിനെ അങ്കിൾ അബോട്ട് ചെയ്യിപ്പിച്ച് കാണും. അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം സത്യം. നിന്നെ കൊന്നു കളഞ്ഞാലൊന്നും എനിക്ക് നിന്നോടുള്ള പക തീരില്ലടാ. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. എടാ സുധി, ഇങ്ങോട്ട് വാടാ. കേറാ. എന്തിനാ സുധി? കേറാ. അവളോട് ഇല്ലേ? എവിടെ പോവാനാ? ഞാൻ പലതും പറഞ്ഞു നോക്കി, കേക്കണ്ടേ? നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോണ്ട. ആ പെൺകുട്ടിയെ പറ്റി വലിയ വിവരം കിട്ടിയോ? അവൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. നിരഞ്ജനയുടെ പഴയ ചില ക്ലയന്റുകളെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് വൈസി. അവൻ വരുന്നുണ്ടേ. സുധി, ഞാനൊന്ന് പറയട്ടടാ. കേറി ഓടാ കൊണ്ട്. സുധി, സുധി, എന്താടാ ഈ കാണിക്കുന്നേ? നിനക്ക് എന്ത് പറ്റിയടാ? അത് ഇവൻ പറയും. പറയടാ. അങ്കിൾ, എനിക്കെല്ലാം ഇവനോട് പറയേണ്ടി വന്നു. ഇവന്റെ കൂടെ നടന്ന് ചതിച്ചവനാ ഞാൻ. അതിന്റെ ശിക്ഷ ദൈവം എനിക്ക് തന്നു. ഞാനെല്ലാം ഇവനോട് പറഞ്ഞു. വിവാഹ തലേനാൾ അർച്ചന ഇവന്റെ ഫോണിൽ വിളിച്ചത് ഇവനോട് എനിക്ക് പറയേണ്ടി വന്നു. നീ പറഞ്ഞത് ഒന്നുകൂടെ പറയടാ ശബരി. ഒന്നും അറിയില്ലെന്ന് നടിക്കണ്ട. നിങ്ങൾ നടത്തിയ ഒരു ചതിയെ പറ്റിയാ അവൻ ഏറ്റു പറയുന്നത്. ഞാൻ നടത്തിയ ചതിയല്ലടാ അത്. രാജപ്പൻ നടത്തിയ തട്ടിപ്പായിരുന്നു അത്. നിന്റെ ഭാഗ്യത്തിന് ഇവനാ ഫോൺ എടുത്തത്. അല്ലായിരുന്നെങ്കിൽ അവന്റെ വരയിൽ നീ ചെന്ന് വീണേനെ. നീ സംസാരിച്ച് ആരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അത് അർച്ചന തന്നെയായിരുന്നു. എന്താടാ അവള് പറഞ്ഞത്? മടിക്കണ്ട, എല്ലാവരും കേൾക്കട്ടെ. ഇവന്റെ ഭാര്യയും കേൾക്കട്ടെ. പറയടാ, ഉറക്കെ പറ.